അത്യാവശ്യം വലുതായ പച്ചക്കറികളും അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ വിഷമില്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാച്ചിൽ കൃഷിയെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് കാച്ചിൽ നടുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാച്ചിലെല്ലാം പൂള് വെട്ടി ഇങ്ങനെ വെക്കുകയാണ്. കണ്ടില്ല, കാച്ചിൽ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് അതിൻ്റെ മുള നോക്കി കട്ട് ചെയ്തിങ്ങനെ വെക്കും. എന്നിട്ട് അതിനകത്ത് ചാരം തേച്ച് വയ്ക്കുക. ഇനി തടമൊക്കെ തുറന്നിട്ട് നല്ല രീതിയിൽ നമുക്കതിനെ നടാം. 10-15 മൂട് ചേമ്പ് കിളയ്ക്കാതെ ഇങ്ങനെ ഇട്ടിരുന്നതായിരുന്നു. എന്തായാലും കേടൊന്നും ആയില്ല, നല്ലതുപോലെ കിടപ്പുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ ചേമ്പായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ തടമെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ വളമൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നല്ലതുപോലെ അത് കൊത്തി അറിഞ്ഞ് തടം നല്ലതുപോലെ ഒരുക്കണം. ഇതേപോലെ 4 ചുറ്റിനും നല്ലതുപോലെ അറിഞ്ഞെടുക്കണം. ഇത് മാത്രമേ നമ്മുടെ കാച്ചിലായാലും ഏത് വിത്തുകൾക്കെന്നുണ്ടെങ്കിലും നല്ലതുപോലെ വേരുകളൊക്കെ പോവുകയുള്ളൂ. 4 വശത്തുനിന്ന് കളച്ചിട്ടണം. എല്ലാ കുഴിയും അതേപോലെ നമുക്ക് അറിഞ്ഞെടുക്കാം. പ്രാവശ്യം 40 മൂടോളം കാച്ചിലാണ് നമ്മൾ നടുന്നത്. ഇതെല്ലാം നമ്മൾ കുഴിയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇനി ഇത് നടണം. അപ്പോൾ നമ്മൾ കിളച്ചിട്ടിരിക്കുന്നതായ മണ്ണ് നല്ലതുപോലെ ഒരുക്കി ഇങ്ങനെ വെക്കണം. ഒന്ന് കൂന കൂട്ടിയിട്ട് അതിന് നടുക്കായിട്ടൊരു കുഴി കുഴിക്കണം. എന്നിട്ട് നമ്മൾ ആ കാച്ചിലിനെ അതിനകത്തോട്ട് വയ്ക്കുക. മുളയുള്ള ഭാഗം ഇങ്ങനെ വെച്ചുകൊണ്ട് മണ്ണിട്ട് കൊടുക്കുക. നല്ലതുപോലെ തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടും കൂടെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി വളം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇനി കരിയില മുകളിലിട്ട് കൊടുക്കാൻ. കരിയില ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചേമ്പ് നട്ട സ്ഥലത്താണ് ഇപ്രാവശ്യം കാച്ചിൽ നടുന്നത്. അപ്പം ഓരോന്നും നമ്മൾ മാറ്റി മാറ്റി ഇങ്ങനെ നടാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം ചേന നട്ടെടുത്ത് ഇപ്രാവശ്യം മരക്കമ്പ് നടുക. അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റി മാറ്റി നടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 40 മൂടെന്ന് പറഞ്ഞ കാച്ചിൽ ഇപ്പോൾ 40 അല്ല കേട്ടോ, 50 കഴിഞ്ഞിട്ടുണ്ട്, കുറേ ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളാണ്ട് ഈ മരങ്ങളുടെയൊക്കെ ചുവട്ടിലോട്ടാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ മുട്ടോട്ട് നമ്മൾ നട്ടാൽ നമുക്ക് മരത്തിലോട്ട് ഇത് പടർത്തി വിട്ടാൽ നല്ലതുപോലെ നമുക്കതിൻ്റെ ഭൂമിക്കടിയിൽ നമുക്ക് കാച്ചിലായാലും കിഴങ്ങാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നല്ലതുപോലെ വള്ളി വീശിയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വളമൊക്കെ ഇട്ടിട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കാമെങ്കിൽ നല്ലതുപോലെ തഴച്ച് കയറി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ വള്ളിയൊക്കെ വീശുമ്പോഴത്തേക്ക് ഒരു മരത്തേലോട്ടോ അല്ലെങ്കിൽ കയറിലോട്ടോ പടർത്തി വിടാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അടിയിൽ നിന്ന് നമുക്ക് കാച്ചിലൊക്കെ കളച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ചേനയൊക്കെ നടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നട്ടോണം കേട്ടോ, നല്ല ടൈമാണ്. ഇപ്പോൾ എല്ലാം കിളിച്ച് വന്നിട്ട് വെട്ടിയടിപ്പിക്കുന്ന സമയമായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് കുറച്ച് പാവലും അതേപോലെ തന്നെ പടവലും നട്ടിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ചൂടൊക്കെ അടിച്ചിട്ടും അതിങ്ങനെ നശിച്ചു പോകാതെ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ ഇവർ നല്ല ഉന്മേഷത്തിൽ വളർന്നു വരാനായിട്ട് തുടങ്ങി. ഇപ്പം എനിക്ക് തോന്നി ഇവരെന്തായാലും ഇത്രയും നാൾ പിടിച്ച് നിന്നില്ല, അവർ എന്തായാലും ഉടനെ ഒന്നും പട്ടുപോകാനായിട്ട് ഉള്ളവരല്ല എന്നെനിക്ക് മനസ്സിലായി. അവർക്ക് പിന്നെ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ മേലോട്ട് പടർത്തി കൊടുത്തപ്പം കണ്ടോ നല്ലതുപോലെ അവരങ്ങ് പടർന്ന് കയറുക. കണ്ടോ, നമ്മുടെ പടവലമാണ് ആ പടർന്നു പോകുന്നത്. നല്ല ആരോഗ്യമുള്ള വള്ളികൾ. അതേപോലെ തന്നെ നമ്മുടെ പാവൽ നോക്കിക്കേ, എല്ലാത്തിലും കാ പിടിച്ച് വരുന്നുണ്ട്. കണ്ടോ, നോക്കിക്കേ, ഇതെല്ലാം കാ പിടിച്ച് വരുവാണേ. നോക്കിക്കേ, നല്ല പാവൽ. അതുപോലെ ഇവിടെ എല്ലാം പൂക്കളിനകത്ത് നല്ല കായുണ്ട്. കണ്ടില്ലേ, ഇതിനകത്ത് ദാണ്ട കാ പിടിക്കുന്നു. ഓരോ മുട്ടിലും കണ്ടോ, ഇവിടെ എല്ലാം കാ പിടിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ നഷ്ടപ്പെടുത്തി കളയാതെ പിന്നെയും നമ്മൾ അവർക്ക് വളവും വെള്ളവും അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ അവർ നല്ലതുപോലെ വളർന്നു വരും. ഇച്ചിരി കയറും കമ്പും ഒക്കെ കെട്ടിക്കൊടുത്താൽ നല്ല രീതിയിൽ അവർ പടർന്നു കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പടവലത്തിനകത്ത് നല്ല കുഞ്ഞു കുഞ്ഞു കാകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ, എന്നാലും പോയി കിടന്നത് വീണ്ടും ഇത്രയൊക്കെ ആയി വരുന്നുണ്ടല്ലോ. കണ്ടോ, പാവയ്ക്ക പിടിച്ച് വരുന്നുണ്ടോ, ഒരു കുഞ്ഞു പാവലിനകത്ത് എത്ര പാവയ്ക്കയാണ്. ഇത് നമ്മൾ നേരത്തെ നട്ട കപ്പയാണ്. നല്ല ചൂടായിരുന്നു ഇത് നട്ട സമയത്ത്. ചിക്കി അടുപ്പിച്ച സമയത്ത് പോലും അതിനൊരു മഴയൊന്നും കിട്ടിയിരുന്നില്ല. അത് നല്ല എല്ലാം ഉണങ്ങി ഒരു പരുവത്തിൽ നിന്നായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്തപ്പം വീണ്ടും ഒന്ന് തളർത്തൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
കൊക്കണം വണ്ടി കളിക്കാൻ പോകാം. എന്തുവാ രണ്ടുപേരോട് കാണിക്കുന്നേ? വിളിച്ചു വിളിക്കുന്നു. ബ്രൗണി ആദ്യം പോയി ബ്രൂണോന്റെ ബെൽറ്റ് അടിക്കും, തിരിച്ച് ബ്രൂണോ അവന്റെ ബെൽറ്റ് അടിക്കും. അത് കഴിഞ്ഞ് അവസാനം ബ്രൗണി കൈ പൊക്കി എന്നെ ഒന്നും ചെയ്യല്ലേന്ന് ഒരു കിടത്തയുണ്ട്. എൻ്റെ ഇരട്ട പിള്ളേരുടെ കൂട്ടാണ്. എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി, അത് രണ്ടിനും വേണം. ഉണ്ടോ, കരിക്ക് പോച്ചതിൻ്റെ ഒരു തൊണ്ടാണ്, അതിനായിരുന്നു കടികടി കൂടുപടി. 4 മണിക്കൂർ ഇത് തന്നെ അവർക്ക് പരിപാടി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാച്ചിൽ കൃഷി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തീർച്ചയായിട്ടും 1, 2 മൂടെങ്കിലും എല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക. മരങ്ങളുടെ മൂട്ടിൽ നട്ടാൽ നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും. ഇപ്പം ഗ്രോ ബാഗിൽ നട്ടിട്ടാണെങ്കിലും നമ്മൾ മരങ്ങളുടെ ചുവട്ടിലോട്ട് കൊണ്ടുവച്ച് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ഗ്രോ ബാഗിനകത്ത് നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. നിങ്ങൾക്കും കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിത്തുകളും ഗ്രോ ബാഗുകളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ വിനി. നന്ദി, നമസ്കാരം.